والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصدقات له ترهيب من منع الزكاة زكاة നൽകാതിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എടുത്തത്. وعن جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു കേട്ടു. മാ മിൻ സാഹിബി ഇബ്ലിൻ ലാ യഫ്അലു ഫീഹാ ഹഖ്ഖഹാ ഇല്ലാ ജാഅത് യൗമൽ ഖിയാമ അക്സറ മാ കാനത്. കഴിഞ്ഞ തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം തന്നെയാണ്. ആരെങ്കിലും ഒട്ടകത്തിന്റെ സക്കാത്ത് നൽകാതിരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും കൂടുതലായ അവസ്ഥയിൽ, എണ്ണം എത്രയാണോ കൂടുതൽ ആ കൂടുതലായ അവസ്ഥയിൽ പരലോകത്ത് വരും. വഖഅദ ലഹാ ബുഖാഇൽ ഖർഖറിൻ, അങ്ങനെ ഒരു തുറന്ന പ്രദേശത്ത് അവർ ഉണ്ടാവുകയും തസ്തന്നു അലൈഹി ബിഖവാഇമിഹാ വഖഫാഫിഹാ, അങ്ങനെ ഒട്ടകങ്ങൾ അവനെ ചവിട്ടി മെതിക്കുന്ന അല്ലെങ്കിൽ വായ കൊണ്ട് കടിക്കുന്ന രീതിയിൽ അവന് അന്ത്യനാളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ولا صاحب بقر لا يفعل فيها حقها إلا جاءت يوم القيامة أكثر مما كانت وقعد لها وقاء قرقر تنتحه بقرونها وتطعه بقوائمها. നീ പശുവിൻ്റെ അല്ലെങ്കിൽ ആ മാടുകൾ സക്കാത്ത് നൽകാത്തവനാണെങ്കിൽ അവ ഏറ്റവും എണ്ണം കൂടിയ രൂപത്തിൽ എത്തുകയും അവനെ അതിൻ്റെ കൊമ്പുകൾ കൊണ്ട് കുത്തുകയും അതുപോലെ തന്നെ അവനെ ചവിട്ടി മെതിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതലായ എണ്ണത്തിൽ. ولا صاحب غنم لا يفعل فيها حقها إلا جاءت يوم القيامة أكثر ما كانت وقعد لها بقاء قرقر تنتحي بقرونها وتطعها بأضلافها ليس فيها جماء ولا منكسر قرنها. ആടിൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ, അത് കൊമ്പുള്ളതായാലും കൊമ്പില്ലാത്തതാണെങ്കിലും കൊമ്പ് പൊട്ടിയതാണെങ്കിലും ഒക്കെ അവനെ അതുകൊണ്ട് ഉപദ്രവിക്കുന്നതാണ്. ولا صاحب كنز لا يفعل فيها حقها إلا جاء كنزه يوم القيامة شجاعا أقرأ. അല്ലാതെ സ്വർണമോ വെള്ളിയോ അതുപോലുള്ള കാര്യങ്ങൾ സമ്പത്ത് സക്കാത്ത് നൽകാതെ കൂട്ടിവെച്ചിട്ടുള്ളവന് അത് നാളെ പരലോകത്ത് ഒരു വലിയ പാമ്പിന്റെ രൂപത്തിൽ വരികയും യത്ബഅഹു ഫാത്തിഹൻ ഫാഹു, വായ തുറന്ന അവസ്ഥയിൽ അവന്റെ പിന്നാലെ അത് വരികയും ചെയ്യും. ഫൈദ അതാഹു ഫർറ മിൻഹു, അങ്ങനെ അത് അവന്റെ അടുത്ത് എത്തുമ്പോൾ അവൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഫയുനാദി, അപ്പോൾ വിളിച്ചു പറയപ്പെടും, ഖുദ് കൻസകല്ലദീ ഖബ്ബതഹു, നീ പൂഴ്ത്തിവെച്ച, നീ സക്കാത്ത് നൽകാതെ നീ സൂക്ഷിച്ചു വെച്ച നിന്റെ സ്വത്തും സമ്പത്തും അതാണിത്, നീ എടുത്തുകൊള്ളുക എന്ന് പറയും. ഫാന അൻഹു ഗനിയുൻ, ഞാൻ അതിന് ആവശ്യക്കാരനല്ല, നീ തന്നെ എടുത്തോ എന്ന് ആ വലിയൊരു പാമ്പിന്റെ രൂപത്തിലായിട്ട് അവന്റെ പിന്നാലെ ഓടിക്കുമ്പോൾ പറയപ്പെടും. ഫൈദാ റഅ അൻ ലാ ബുദ്ദ ലഹു മിൻഹു സലക യദഹു ഫീ ഫീഹി, അങ്ങനെ അവൻ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവൻ അവന്റെ കൈ തന്നെ ആ പാമ്പിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ അത് എന്തു ചെയ്യും, അത് ഒരു ഒട്ടകം എന്തെങ്കിലും ഭക്ഷിക്കുന്നത് പോലെ അവന്റെ കൈയിനെ കടിക്കുന്നതാണ് എന്ന് കാണാം. അതായത് അത്രയും ഭീകരമായിട്ടുള്ള ശിക്ഷകളായിരിക്കും ഈ സക്കാത്ത് നൽകാതെ അത് തടഞ്ഞു വെക്കുന്നവന് പരലോകത്തുണ്ടാവുക എന്നറിയിക്കുന്ന ഹദീസുകളാണ്. അടുത്ത ഹദീസ് عن عبد الله بن مسعود رضي الله عنه عن رسول الله صلى الله عليه وسلم قال ما من أحد لا يؤدي زكاة ماله إلا مثل له يوم القيامة شجاعا أقرأ. ആരാണോ സക്കാത്ത് നൽകാതെ തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ സക്കാത്ത് നൽകാതെ സ്വത്ത് കൂട്ടി വെക്കുന്നത്, അങ്ങനെയുള്ളവന് അതൊരു വലിയ പാമ്പിന്റെ രൂപത്തിലേക്ക് പരലോകത്ത് വരും. ഹത്താ യുതവ്വഖ ബിഹി ഉനുഖുഹു, അത് അവന്റെ പിരടി അല്ലെങ്കിൽ കഴുത്തിനെ ചുറ്റി നിൽക്കുന്ന അവസ്ഥയിലാകുന്നവരെ. ثم قرأ علينا النبي صلى الله عليه وسلم مصداقه من كتاب الله, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സത്യപ്പെടുത്തുന്ന ഒരു ആയത്ത് ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുകയുണ്ടായി. വലാ യഹ്സബന്ന الذين يبخلون مما آتاهم الله من فضله എന്ന് തുടങ്ങുന്ന ആയത്തിൽ പിശുക്കി വയ്ക്കുന്ന ആളുകൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ഔദാര്യം അവർക്ക് ഹൈറാണെന്ന് വിചാരിക്കേണ്ട, അത് അവർക്ക് ഷർറായിരിക്കും. നാളെ പരലോകത്ത് അത് അവരുടെ ചുറ്റും ഒരു ചുറ്റുമായിട്ടുണ്ടാകും, ചുറ്റിക്കിടക്കുന്നതാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഭീകരമായിട്ടുള്ള രൂപത്തിൽ ആ സക്കാത്ത് നൽകാതെ ഒരുക്കി വെച്ചുള്ള സമ്പത്തെല്ലാം മാറുകയും അത് അവന്റെ മേലെ ഉണ്ടാവുകയും ചെയ്യും.
وعن مسروق قال قال عبد الله مسروق رحمه الله ذكرنا عبد الله بن مسعود رضي الله عنه പറഞ്ഞതായിട്ട് آكل الربا وموكله وشاهداه إذا علماه والواشمة والمستوشمة ولاوي صدقة പലിശ തിന്നുന്നവൻ, അത് തീറ്റിക്കുന്നവൻ, അതിന് സാക്ഷിയാകുന്നവൻ, അതുപോലെ തന്നെ മുടി വെച്ച് പിടിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവളും അത് ചെയ്യുന്നവളും, വലാവി സദഖ സകാത്ത് നൽകാതെ സമ്പത്ത് തടഞ്ഞു വെക്കുന്നവൻ, സൂക്ഷിച്ചു വെക്കുന്നവൻ, വൽ മുർത്തദ്ദു അഅറാബിയൻ ബഅദൽ ഹിജ്റ ഹിജ്റയ്ക്ക് ശേഷവും വീണ്ടും അഅറാബിയായി മാറുന്നവൻ. അതുകൊണ്ട് ഉദ്ദേശം ഹിജ്റ എന്ന് പറഞ്ഞാൽ അറിയാം, കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ദീനെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ പ്രത്യേകിച്ചുണ്ടായിരുന്നത് അഅറാബികൾ അവരുടെ മരുഭൂമിയിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി അടുക്കലേക്കും അതുപോലെ ഇങ്ങോട്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരവരുടെ ഗോത്രവും കബീലയൊക്കെ വിട്ടുകൊണ്ട് തിരിച്ചു വരുന്ന രീതി, അതും ഹിജ്റയായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരാൾ വീണ്ടും ആ ബദവി ആയിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് പോകുന്നത്, അതിനാണ് അൽ മുർത്തദ്ദു അഅറാബിയൻ ബഅദൽ ഹിജ്റ എന്ന് പറയുന്നത്. അത് പിന്നെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് കബായിറുകളുടെ കൂട്ടത്തിലൊക്കെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. എന്നാൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ, ഈ വന്ന സ്ഥലത്ത് ദീനിയായി ജീവിക്കാനുള്ള ബുദ്ധിമുട്ടോ മറ്റായിട്ടാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു കാരണവുമില്ലാതെ തിരിച്ച് മടങ്ങി പോകുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൽഊനൂന അലാ ലിസാനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഖിയാമ, ഈ കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ട് ശപിക്കപ്പെട്ടവരാണ് അന്ത്യനാളിൽ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് ലാവി അസ്സദഖ എന്ന് പറഞ്ഞാൽ സകാത്ത് നൽകാതെ സമ്പത്ത് കൂട്ടിവെക്കുന്നവനാണ് പറയുന്നത്, അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന നിലക്കുള്ള ഹദീസാണ്. അപ്പോൾ സകാത്ത് നൽകാതെ സമ്പത്ത് കൂട്ടിവെക്കുക എന്നുള്ളത് അത് പരലോകത്ത് ഒരു ഉപകാരം ചെയ്യാത്ത, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെ ഭയാനകമായ ശിക്ഷകളാണ് ആ ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.